വെൽക്കം ബാക്ക് ടു ParuzzPlanet. ഇന്ന് ഞാനൊരു സെറ്റ് മുണ്ട് ഉടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സെറ്റ് മുണ്ട് ഉടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ സെറ്റൊക്കെ ഉടുക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ ഉടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് തനിയെ ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. വീഡിയോയിലോട്ട് കിടക്കാം. മുണ്ടുടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അണ്ടർസ്കേർട്ട് റൈറ്റ് സൈഡിലേക്കാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. പിന്നീട് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഇതിലേതാണ് സെറ്റ് ഏതാണ് മുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ ഈ കരയുള്ള ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് പിടിച്ച് കഴിയുന്നുണ്ട്. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇത് കണ്ടില്ലേ, കൂടുതൽ നീളമുള്ള ഭാഗമാണ് മുണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇനി വേണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ തന്നെ മുണ്ടുടുക്കാം. നമുക്ക് ഈ നേര് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മുണ്ടുടുക്കാനായിട്ട് ഫസ്റ്റിലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹീൽസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ ഹീൽസ് ഇട്ടതിന് ശേഷം വേണം മുണ്ടുടുക്കാനായിട്ട്. ചിലർക്ക് സെൻറ്ററിലേക്ക് കര വരുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് റൈറ്റ് സൈഡിലേക്ക് കര വരുന്നത് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ സെൻറ്ററിൽ കര വരുന്ന രീതിയിലാണ് ഉടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഈ ഒരു രീതിയിൽ എടുത്തു പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലെ നമ്മളുടെ അണ്ടർ ആംസിൻ്റെ നേരെയാണ് ആ ഒരു പോർഷൻ വരുന്നത്. താഴെ നിന്നുള്ള ലെങ്ത് നോക്കുക, അതനുസരിച്ച് മുകളിൽ നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. കര കറക്റ്റ് സെൻറ്ററിലായിട്ടും വരുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റേ പാർട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ഉടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കര കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഭാഗമില്ലേ, അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അത് ചിലർ അങ്ങനെ തന്നെ വിടാറുണ്ട്. ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വീതിയിലാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത്. അതിനുശേഷം കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാൻ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. 2-3 പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചാണ് പ്ലീറ്റ്സിൻ്റെ എണ്ണം വരുന്നത്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഉടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ പഴയ സെറ്റാണ് ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് പിൻ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് ഉടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടെ പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിലായിട്ട് നമുക്ക് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴ്ഭാഗത്ത് ഇതിങ്ങനെ തന്നെ ഈ ഞുറിവ് കിടക്കാനായിട്ട് ഈ താഴ്ഭാഗത്തേക്ക് കൈകൊണ്ട് തന്നെ തേച്ച് കൊടുത്തതിന് ശേഷം താഴെ ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാത്ത രീതിയിൽ അകത്തൂടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ താഴ്ഭാഗം കിടന്നോളും. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ മുണ്ടുടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പഴയ സെറ്റൊക്കെയാണ് ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്ട്രൈറ്റ്നർ യൂസ് ചെയ്തിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പ്ലീറ്റ്സൊക്കെ നല്ല കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കിടന്നോളും. ഇപ്പോൾ നമുക്ക് നേരിതിൽ പ്ലീറ്റ്സ് എടുക്കാം. ചിലർക്ക് വീതിയിൽ എടുക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് വീതി കുറച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് പ്ലീറ്റ്സ് എടുക്കാം. സാരി പ്ലീറ്റ്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഉൾഭാഗം ഇത് പുറത്തേക്ക് കാണുന്ന ഭാഗം. ഇനി നമുക്ക് എവിടേക്കൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ റൂമിൽ ഇതേപോലത്തെ കബോർഡ് ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ ഡോർ ആണെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മുറുക്കി അടയ്ക്കുക. വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ സെറ്റെല്ലാം കുളമായി കിട്ടും. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ പ്ലീറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ വെച്ചതിന് ശേഷം നമുക്കിനിയും ഇങ്ങനെ ഞുറിവ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ അയൺ ചെയ്യുന്ന മെത്തേഡ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡും കൂടെ കാണിച്ചിരിക്കുന്നത്. മിക്കവർക്കും അറിയാവുന്നതാണ്, ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഇവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഇത് ബ്ലൗസിലേക്ക് നമ്മൾ കുത്തുന്ന ആ ഒരു ഭാഗമാണ്. കരയൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഹെയർ സ്ട്രൈറ്റ്നർ വെച്ച് തന്നെ ഞാനിവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോ, ഇതേപോലെ സ്ട്രൈറ്റ്നർ വെച്ചൊന്ന് അയൺ ചെയ്ത്. ഇതിപ്പോൾ പുതിയ സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, എന്നാൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. നല്ല കോട്ടനാണ്. കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബ്ലൗസിൽ കുത്താനുള്ള സേഫ്റ്റി പിൻ ഊരിയിട്ടുണ്ട്. അതിനുശേഷം ബ്ലൗസിലേക്ക് വെച്ചിട്ട് നമുക്കത് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലെ പ്ലീറ്റ്സൊക്കെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്കിലേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് താഴ്ഭാഗത്ത് ഈ കോണ് പോലെ വരുന്ന ഈ ഒരു ഭാഗമില്ലേ, അത് കറക്റ്റ് നമ്മുടെ ബാക്കിൽ സെൻറ്ററിലായിട്ട് വി ഷേപ്പിൽ വരണം. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ചിലർ ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ കൊടുക്കും, ചിലർ ആ ഞുറിവ് എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തേക്ക് വെക്കാറുണ്ട്. ഞാനിപ്പോൾ പുറത്തൂടാണ് കുത്തി കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈ കര കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ വരുന്നില്ല, ആ ഒരു ഭാഗം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. ഉള്ളിൽ കൂടി പിൻ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതിപ്പോൾ എന്തായാലും കാണില്ലല്ലോ, അപ്പോൾ ഞാൻ അതുകൊണ്ട് പുറത്തൂടെ വെച്ചിട്ടാണ് പിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആരുടെയും സഹായമില്ലാതെ പെട്ടെന്ന് തന്നെ ഉടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാണ്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.